സൂര്യൻ്റെ ആദ്യ കിരണം മലകളിലൂടെ പതിയുമ്പോൾ നമുക്ക് യാത്ര തുടങ്ങാം. ഇത് പേരിയ പാറത്തോട് വഴി വയനാടിൻ്റെ ഹൃദയത്തിലൂടെ കയറുന്ന മനോഹരമായ ഒരു യാത്രയാണ്. പേരിയിൽ നിന്നു തന്നെ കാറ്റിൻ്റെ തണുപ്പ് മനസ്സിനെ മെല്ലെ പുതയ്ക്കുന്നുണ്ട്. റോഡിൻ്റെ ഇരുവശവും പച്ചപ്പിൽ മൂടിക്കിടക്കുകയാണ്. ചിലപ്പോൾ മഞ്ഞിറങ്ങി പാത മുഴുവൻ വെളുത്ത പെയിൻറ് പോലെ പൂശിയതുപോലെ തോന്നുന്നുണ്ട്. ഓരോ വളവും പുതിയ പുതിയ കാഴ്ചകളാണ് നമ്മുടെ കണ്ണിലേക്ക് ഇങ്ങനെ വന്നു മറയുന്നത്. ഒരു വശത്ത് മലകളും മറുവശത്ത് താഴ്വാരങ്ങളും. പ്രകൃതിയുടെ കൈപുണ്യം ഓരോ കാഴ്ചയിലും കണ്ണിറയെ കാണാട്ടോ. ചിലയിടങ്ങളിൽ ചെറിയ ചെറിയ തോടുകളുണ്ട്. വഴിയരികിലൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനരികിൽ പാറമേലിരുന്ന് കാറ്റിനോട് രഹസ്യമായി മന്ത്രിക്കാൻ കൊതിയാകുന്നുണ്ട്. കാറ്റിനോട് ചേർന്ന് കുറച്ച് നിമിഷങ്ങൾ ചെലവഴിക്കാനും എൻ്റെ മനസ്സ് ആഗ്രഹിക്കാറുണ്ട്. യാത്രയുടെ മധ്യേ ഒരു ചെറിയ ചായക്കട കാണുമ്പോൾ ആരും എഴുതിപ്പോകാതിരിക്കില്ലല്ലോ അല്ലേ? ഒരു ചായ, ഒരു ബജ്ജി, പിന്നെ നാട്ടുകാരോടൊന്ന് സംസാരിച്ചാൽ വയനാടിൻ്റെ സ്നേഹം അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവരിൽ നിന്നുള്ള കഥകളും ചിരിയും ഈ യാത്രയെ കൂടുതൽ മനോഹരമായി എനിക്ക് തോന്നാറുണ്ട്. പാറത്തോട് ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ റോഡിൻ്റെ ഭംഗി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കാട്ടിനുള്ളിലൂടെ കടന്നു പോകുന്ന വളവുകൾ, ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ചെറിയ വീടുകൾ എല്ലാം ചേർന്ന സിനിമയിലെ ഒരു സൂപ്പർ രംഗമാണെന്ന് തോന്നിപ്പോവാറുണ്ട്. മഴത്തുള്ളികൾ കാറിൻ്റെ ഗ്ലാസ്സിലൊന്ന് പതിയുമ്പോൾ പിന്നണിയിൽ സംഗീതം മന്ദമാകുമ്പോൾ ആ ഫീൽ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു പോകാറുണ്ട്. പ്രകൃതിയെ കാണാനും മനസ്സിനെ സ്വതന്ത്രമാക്കാനും ഈ വഴി പോരേന്ന് തോന്നിപ്പോകുന്ന അതിമനോഹരമായ കാഴ്ചകളാണ് ഈ റോഡിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓരോ മൈലുകളും ഓരോ കാഴ്ചയും ഓരോ ശബ്ദവും വയനാടിൻ്റെ ആത്മാവിനെ വിളിച്ചുണർത്തുന്നതാണെന്ന് നമുക്ക് തോന്നിപ്പോകാറുണ്ട്. അവസാനത്തിൽ പാറത്തോടെത്തുമ്പോൾ പിന്നോട്ട് നോക്കുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ് വരിക. ഇത്തിരി കൂടി കഴിഞ്ഞാൽ മതിയായിരുന്നു, യാത്ര ഇപ്പോൾ തന്നെ തീരരുതേ എന്ന്. യാത്ര ജീവിതമാണ്, പാതയൊക്കെയും പാഠങ്ങളുമാണ്. അതിനാൽ സമയം കിട്ടുമ്പോഴൊക്കെ യാത്ര ചെയ്യാൻ മടി കാണിക്കരുതേ. കാണൂ, അനുഭവിക്കൂ യാത്ര. പേരിയ പാറത്തോട് വഴി നിങ്ങളെ കാത്തിരിക്കുന്നത് മനോഹരമായ ഭംഗിയോടുകൂടിയ കാഴ്ചകളാണ് കേട്ടോ. അപ്പോൾ ഈ ഷോട്ട് മുഴുവനായി കണ്ട നിങ്ങൾക്ക് താങ്ക് യു സോ മച്ച്. മേഘങ്ങളുടെ മനോഹരമായ ഭംഗിയൊക്കെ കണ്ട് ഈ വഴിയിലൂടെ ഒന്ന് യാത്ര ചെയ്തു നോക്കിയാൽ പല പല കാഴ്ചകളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. താങ്ക് യു.